ഇതെന്താന്ന് ഇവർക്ക് പറഞ്ഞു കൊടുക്കട്ടെ, എന്നിട്ട് തരാം. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ ലിയോ ലാവിൻ്റെ വയറിളക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടാബ്ലറ്റ് ആണ് ഇത്. ഇത്തവണ നമ്മളൊന്ന് മാറ്റി പിടിച്ചിരിക്കുകയാണ്. എപ്പോഴും കൊടുക്കുന്ന ഡിവോമിങ്ങിൻ്റെ ടാബ്ലറ്റ് അല്ല ഇത്തവണ ലിയോ ലാവിക്ക് കൊടുക്കുന്നത്. ഇത് വിർബാക്കിൻ്റെ മിൽപ്രോ എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു ഡിവോമിങ് ടാബ്ലറ്റ് ആണ്. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. ഡോക്ടർ സൂരജ് സാർ നമുക്ക് റെക്കമെൻഡ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇവരുടെ ബോഡിയിൽ കോമൺ ആയിട്ട് കാണുന്ന വേംസ് എന്ന് പറയുന്നത് ടേപ്പ് വേം, ബ്രൗൺ വേം, ഹൂക്ക് വേം, ഹേർട്ട് വേം ഒക്കെ തന്നെയാണ്. അപ്പോൾ എല്ലാ ഡിവോമിങ് ടാബ്ലറ്റും എല്ലാ വേംസിനെയും എലിമിനേറ്റ് ചെയ്യും. പക്ഷേ ഇത് കുറച്ചും കൂടി ഹേർട്ട് വേമിനൊക്കെ നല്ലതാണ്. നമ്മുടെ ലിയക്കുട്ടന് ഒച്ചിനെ എടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും ഇത് ഞങ്ങൾ കൊടുത്തു നോക്കുകയാണ്. കൊടുത്തു നോക്കുന്നതിൻ്റെ മുമ്പേ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാവരുടെ ഒരു ഡൗട്ടാണ് ഈ ഡിവോമിങ് ടാബ്ലറ്റ് ഏത് സമയത്താണ് കൊടുക്കേണ്ടത്. അതായത് രാത്രിയാണോ കൊടുക്കേണ്ടത്, പകലാണോ കൊടുക്കേണ്ടത്, ഭക്ഷണത്തിന് മുമ്പാണോ കൊടുക്കേണ്ടത്, ഭക്ഷണത്തിന് ശേഷമാണോ കൊടുക്കേണ്ടത്? ഇല്ലേ, നിങ്ങൾക്കില്ല ഡൗട്ട്? അപ്പോൾ എനിക്കറിയാവുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. രാത്രിയാണ് ഇവർക്ക് നമ്മൾ ഡിവോമിങ് കൊടുക്കുന്നതെങ്കിൽ അത് ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഒരു 1 hour 2 hour ഗ്യാപ്പിന് ശേഷം കൊടുക്കുന്നതാണ് ബെറ്റർ. അതായത് ബെഡ് ടൈമിൽ വേണം കൊടുക്കാൻ. ഇപ്പോൾ 8 മണിക്കാണ് ഇവരുടെ ഡിന്നർ കഴിഞ്ഞതെങ്കിൽ ഒരു 9:30 10 ഒക്കെ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ഡിവോമിങ്ങിൻ്റെ ടാബ്ലറ്റ് കൊടുക്കാം. ഇനി ഡേ ടൈമിലാണ് ഡിവോമിങ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ ഒരു 1 hour ഒരു 2 hour ബിഫോർ നമുക്ക് കൊടുക്കാം. അപ്പോൾ ചില ആൾക്കാരൊക്കെ ഡിവോമിങ് ടാബ്ലറ്റ് ഇവർ കഴിക്കാനുള്ള മടി കാണിക്കുമ്പം ഭക്ഷണത്തിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ടാബ്ലറ്റ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുമ്പം അബ്സോർപ്ഷൻ കുറച്ചും കൂടി കൂടുതലാവാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മൾ രാത്രി ബെഡ് ടൈമിലാണ് ഇവർക്ക് ഡിവോമിങ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു അറിവാണ് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് മിൽപ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡിവോമിങ് ടാബ്ലറ്റിൽ ഇങ്ങനെയാണ് വരുന്നത്. ഇവരുടെ വെയ്റ്റിനനുസരിച്ചിട്ടാണല്ലോ നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു 2 ടാബ്ലറ്റ് ഒരാൾക്കെന്നുള്ള രീതിയിലാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. അങ്ങനെ നമുക്ക് 4 ടാബ്ലറ്റ് ഉണ്ട്. ഇതിൽ ഡോസേജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 5 കിലോ മുതൽ 25 കിലോ വെയിറ്റുള്ള ഡോഗിനാണെങ്കിൽ 1 ടാബ്ലറ്റ് കൊടുത്താൽ മതി. 25 മുതൽ 50 കിലോ വെയിറ്റുള്ള ഡോഗ്സിനാണെങ്കിൽ നമ്മൾ 2 ടാബ്ലറ്റ് കൊടുക്കണം. അപ്പം ലിയോ ലാവിയൊക്കെ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ആളുകളായതുകൊണ്ട് 2 ടാബ്ലറ്റാണ് ഇവർക്ക് നമ്മൾ കൊടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഡിവോമിംഗ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമ്മൾ ചെയ്യാതിരിക്കരുത്. ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള സ്കിൻ ഇഷ്യൂസോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതിരിക്കുക അങ്ങനത്തെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കണ്ടു കഴിഞ്ഞാൽ ആദ്യത്തെ ട്രീറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ഡിവോമിങ് ചെയ്ത് നോക്കുക. അതിൽ തന്നെ അവരുടെ പകുതി പ്രശ്നങ്ങളും സോൾവ് ആവാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡിവോമിങ്. അപ്പം ഞങ്ങൾ എന്തായാലും ഡിവോമിങ് ചെയ്യട്ടെ. ബൈ.